കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 2 ആർ വിജയകുമാറിന്റെ സന്ദേശം. നാം അനുതപിക്കുമ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാകും. കൃപാസനത്തിൽ വന്നിട്ടുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വിളിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഒരു ബോധ്യത്തോടെ പോകണം. നിങ്ങളെ വിളിച്ചത് അമ്മ മാതാവാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും. നിങ്ങൾ ആശ്രയിച്ച് മാത്രം ഇരിക്കുക. നമുക്കുള്ള സങ്കടത്തിന്റെ പ്രശ്നം നമ്മൾ തന്നെ എല്ലാം നിയന്ത്രിക്കാൻ നോക്കും. നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല. അപ്പോൾ സഹനം തുടങ്ങുന്നത് അവിടെയാണ്. അത് ഉത്കണ്ഠയായിട്ട് വരും. എവിടെ പോയാലും പരിശുദ്ധ അമ്മയെ വിളിക്കണം. ഹൃദയം കൊണ്ട് സംശയിക്കരുത്. റോമ 11:29. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി ഞാൻ അനുതപിച്ചല്ലോ, ഞാൻ കുമ്പസാരിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു അനുതാപം തന്നെയാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വിളിയാണ്. നീ അനുതപിക്കുമ്പോൾ തടസ്സമായിട്ടിരിക്കുന്ന ദൈവ വാഗ്ദാനങ്ങൾ നിന്നിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് ദൈവം സഹനം അനുവദിച്ചു തരുന്നത്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. എഫേസോസ് 2:5. ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നീ അനുതപിക്കുമ്പോൾ അത് പ്രവൃത്തി കൊണ്ട് കാണിക്കണം. അപ്പോൾ കൃപ കിട്ടാൻ പ്രവൃത്തിയിൽ കാണിക്കണം. ഒരു ദിവസം കോയമ്പത്തൂരിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു മകൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ട് അറ്റാക്കായി വെന്റിലേറ്ററിലായിരുന്ന അവളുടെ അച്ഛൻ മരിച്ചുപോയെന്നാണ് ഡോക്ടർ പറയുന്നത്. ബ്രദർ അല്ലേ ഈശോയോട് ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ കരച്ചിൽ നിർത്തുന്നില്ല. ഞാൻ കരച്ചിൽ നിർത്താൻ അവളോട് പറഞ്ഞിട്ട് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ലഭിച്ച വചനം ഇതായിരുന്നു. ലൂക്ക 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഞാൻ അവരെ തിരിച്ചു വിളിച്ചിട്ട് നീയും അമ്മയും വെന്റിലേറ്ററിന്റെ വാതിൽക്കൽ മുട്ടിൽ നിന്ന് കൈ ഉയർത്തി അനുതപിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛനോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അപ്പോൾ നേഴ്സ് ഓടി വന്ന് മോണിറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങി, അച്ഛന്റെ ഹാർട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം സുഖപ്പെട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അനുതപിക്കേണ്ടത് പ്രവൃത്തി വഴിയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:20 അതാണ് പറയുന്നത്. പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്യണം. ഞാനും അച്ഛനും വേളാങ്കണ്ണിയിൽ പോയപ്പോൾ കിട്ടിയത് പാപവും അനുഗ്രഹവുമാണ്. അച്ഛന് കിട്ടിയത് അനുഗ്രഹം. അപ്പോൾ പാപത്തിന് അനുതപിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. അതുതന്നെയാണ് ഉടമ്പടി.